So, hello students, നമ്മൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ തന്നെ ആദ്യത്തെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ച ആദ്യത്തെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ? The first sampling distribution was actually the normal distribution. And what was the statistic? നമ്മൾ ഇതുവരെ പഠിച്ചതും ചെയ്ത പ്രോബ്ലംസ് ചെയ്തതായിട്ടുള്ള റിസൾട്ട് എന്തായിരുന്നു? The sample mean x bar, അതായിരുന്നു നമ്മളുടെ ഫസ്റ്റ് സാമ്പിളിംഗ് സ്റ്റാറ്റിസ്റ്റിക്. X bar follows the normal distribution with mean mu and standard deviation sigma by root n. So this was your first sampling distribution. ഇനി നമ്മൾ അടുത്ത ഇതേപോലുള്ള സത്യത്തിൽ this is actually the first statistic that we have studied എന്ന് വേണം പറയാൻ. The first statisticum അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും നമ്മൾ പഠിച്ച ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് എക്സ് ബാർ ആണ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് എൻ മ്യൂ സിഗ്മ ബൈ റൂട്ട് എൻ. ഇനി ഇതേപോലെ നമുക്ക് ഒരു 4-5 സ്റ്റാറ്റിസ്റ്റിക്കുകളിലൂടെ പഠിക്കാനുണ്ട്. പക്ഷേ അതിനു വേണ്ടി 2-3 പുതിയ ഡിസ്ട്രിബ്യൂഷൻസും കൂടെ നമ്മൾ പരിചയപ്പെടണം. ഈ പുതിയ ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡിറൈവ്ഡ് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ കാറ്റഗറിയിൽ പെടും. അതായത് ഒരു ബേസിക് ഒരു പോപ്പുലേഷൻ ഉണ്ട്, ആ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നോർമലാണ്. അങ്ങനെയാണെങ്കിൽ ആ നോർമലിനോട് കണക്റ്റഡ് ആണ് ഇനിയും പറയുന്ന ഡിസ്ട്രിബ്യൂഷൻസ് എല്ലാം. ഓക്കെ, സോ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിസ്ട്രിബ്യൂഷൻ, നിങ്ങൾ നേരത്തെ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ പഠിച്ചില്ലേ, ഗാമയും പിന്നെ എക്സ്പൊണൻഷ്യലും ഒക്കെ പഠിച്ച അതേപോലെ തന്നെ ഡെഫിനിഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൾഡ് ദ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. ദ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ പേര് നമ്മൾ ഗാമ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ഗാമ അതിൻ്റെ മൊമന്ററി ഫംഗ്ഷൻ കണ്ടുപിടിച്ച സമയത്ത് നമ്മൾ എന്താണ് ഇറ്റ്സ് എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്നൊന്ന് പറഞ്ഞായിരുന്നു നമ്മൾ തിയറട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ് പഠിച്ച സമയത്ത്. അപ്പോൾ ഇപ്പം നമ്മൾ അതിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും വളരെ കുറച്ച് പ്രോപ്പർട്ടീസും കൈ സ്ക്വയറിൻ്റെ ആവശ്യമാണ്. അതും കൂടി നമുക്ക് നോക്കാം. പ്രോബ്ലംസ് ഉണ്ട്, പ്രോബ്ലംസ് നമുക്ക് ലൈവ് ക്ലാസ്സിൽ എടുക്കാം. ബിക്കോസ് ദർ ഇസ് എ കൈ സ്ക്വയർ ടേബിൾ. അത് നോക്കാനൊക്കെ ഐ ക്യാൻ ഓൺലി മേക്ക് യു അണ്ടർസ്റ്റാൻഡ് വെൻ വി ഡു ഇറ്റ് ടുഗെദർ. അപ്പോൾ ഡെഫിനിഷൻ നമുക്ക് ആദ്യം നോക്കാം. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എഗെയിൻ ഓഫ് കോഴ്സ് ഇത് നോർമൽ നിന്ന് ഡിറൈവ്ഡ് ആണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to infinity ആണ്. സോ നമ്മൾ സാധാരണഗതിയിൽ റാൻഡം വേരിയബിൾസിനെ എക്സ് എന്നല്ല ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ എക്സ്പൊണൻഷ്യൽ റാൻഡം വേരിയബിൾ ആയാലും നോർമൽ ആയാലും ബൈനോമിയൽ ആയാലും ഒക്കെ നമ്മൾ എക്സ് എന്ന രീതിയിലാണ് റാൻഡം വേരിയബിളിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ റാൻഡം വേരിയബിൾസിനെ നമ്മൾ വേറെ ലെറ്റേഴ്സ് അല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അല്ല, ഒന്നിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഗ്രീക്ക് ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. റാൻഡം വേരിയബിളിനെ എക്സ് എന്നല്ല ഇനി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. വി ഹാവ് എ റാൻഡം വേരിയബിൾ. ആ റാൻഡം വേരിയബിളിനെ ഞാൻ കൈ സ്ക്വയർ എന്ന് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ റാൻഡം വേരിയബിൾ കൈ സ്ക്വയർ, ക്യാപിറ്റൽ കൈ സ്ക്വയർ, ഹാസ് ദ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. A random variable chi-square defined in the interval. എന്തായിരുന്നു interval? In the interval, നമ്മുടെ interval എന്ന് പറയുന്നത് 0 to infinity ആണ്. Has the chi-square distribution if its PDF is, അതിൻ്റെ PDF-ൻ്റെ ഫോം വരുന്നത് f of chi-square is equal to half raised to n by 2, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ, by gamma n by 2 e raised to minus chi square by 2 chi square raised to n by 2 minus 1, 0 less than or equal to chi square less than or equal to infinity. ഇതാണ് ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെഫിനിഷൻ. ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞ ഡെഫിനിഷൻ എങ്ങനെ പറയും? എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ കൈ സ്ക്വയർ ഡിഫൈൻഡ് ഇൻ ദി ഇൻ്റർവെൽ 0 to infinity ഹാസ് ദ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഇഫ് എഫ് ഓഫ് കൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് റേസ് ടു n by 2 by gamma n by 2 e raised to minus chi square by 2 chi square raised to n by 2 minus 1. ഇവിടെ കൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയെങ്കിലും സ്ക്വയർ ആണ് എന്നൊന്നും വിചാരിക്കേണ്ട, അതൊരു പേരാണ്. ശുഭ എന്ന് പറയുന്ന പോലെ, എക്സ് എന്ന് പറയുന്ന പോലെ, വൈ എന്ന് പറയുന്ന പോലെ, പി എന്ന് പറയുന്ന പോലെ, ക്യൂ എന്ന് പറയുന്ന പോലെ, ഇതൊരു ഇറ്റ്സ് ജസ്റ്റ് എ സിംഗിൾ കമോഡിറ്റി കേട്ടോ. സോ ദിസ് ഈസ് യുവർ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ കൈ സ്ക്വയർ നോക്കിയാൽ അറിയാം, കൈ സ്ക്വയറിനകത്ത് ഒരേ ഒരു
കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളൂ, വേരിയബിൾ കൂടാതെ ദർ ഇസ് ഓൺലി എ സിംഗിൾ കോൺസ്റ്റൻറ്റ് അല്ലേ. ആ സിംഗിൾ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് n ആണ്. ഈ n എന്ന് പറയുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതെല്ലാം ഡിറൈവ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ്, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ n എന്ന് പറയുന്നതിനെ നമ്മൾ പാരാമീറ്റർ എന്ന് പറയാറില്ല. n is called the degrees of freedom. n is called the degrees of freedom. സോ ഒരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസിൻ്റെയും അതിനകത്തുള്ള കോൺസ്റ്റൻസിനെ നമ്മൾ പാരാമീറ്റേഴ്സ് എന്നല്ല പറയുന്നത്, അതിന് വേറെ പേരിട്ടാണ് വിളിക്കുന്നത്. ഇപ്പോൾ chi-squareൻ്റെ കേസിൽ ദർ ഇസ് ഓൺലി എ സിംഗിൾ അൺനോൺ കോൺസ്റ്റൻറ്റ് വിച്ച് ഇസ് n ആൻഡ് n ഇസ് കോൾഡ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കറക്റ്റായിട്ട് ആ ഡെഫിനിഷൻ പറയാം. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ chi-square defined in the interval 0 to infinity has the chi-square distribution with n degrees of freedom if f of chi-square is equal to this. അപ്പോൾ ഈ റേഞ്ചിൽ 0 ലെസ് ദാൻ chi-square ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ ഇതായിരിക്കും, ബാക്കി എല്ലാ സ്ഥലത്തും അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ വേഗം എഴുതിക്കേ chi-square ഡിസ്ട്രിബ്യൂഷൻ. ഒന്നിൽ വേർഡ്സിൽ എഴുതാം, എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ നൊട്ടേഷനും കൂടെ എഴുതിക്കോ. chi-square ഡിസ്ട്രിബ്യൂഷൻ. ഇത് താഴെ എഴുതു. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ chi-square, a continuous random variable chi-square defined in the interval 0 infinity, in the interval 0 comma infinity, has the chi-square distribution with n degrees of freedom if നോക്കി എഴുത്, f of chi-square is equal to, if its PDF എന്നും കൂടെ എഴുതിയ കേട്ടോ, if its PDF f of chi-square is equal to half raised to n by 2 by gamma n by 2 e raised to minus chi-square by 2 chi-square raised to n by 2 minus 1. Half raised to n by 2 by gamma n by 2 e raised to minus chi-square by 2 chi-square raised to n by 2 minus 1. ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. ഇങ്ങനത്തെയുള്ള ഡെഫിനിഷൻസ് ഒക്കെ ചോദിച്ചാൽ ഒരു കാരണവശാലും നമുക്കത് മിസ്സാവരുത് കേട്ടോ. കാരണം പ്രോബ്ലംസ് നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളിപ്പോൾ ലോ ഓഫ് ലാർജ് നമ്പേഴ്സിലൊക്കെ പ്രോബ്ലംസ് കണ്ട്, പ്രോബ്ലംസ് ആക്ച്വലി കുറച്ച് ടഫാണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി അതിനെ ഒരു മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റി അതിന് ശേഷം പ്രോബ്ലം ചെയ്തെടുക്കുക എന്ന് പറയുന്നത്, നമ്മൾ ചെയ്ത് പരിചയപ്പെട്ട പ്രോബ്ലംസ് കുഴപ്പമില്ല, പുതിയൊരെണ്ണം വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെമിസ്റ്ററിലെ ഡെഫിനിഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്, എക്സാമിന് എഴുതാൻ പറ്റാണ്ട് ആയിപ്പോകരുത്. സോ ദിസ് ഈസ് യുവർ chi-square PDF. ഇനി ഇതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ഹെഡിങ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ദ chi-square ഡിസ്ട്രിബ്യൂഷൻ. മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ദ chi-square ഡിസ്ട്രിബ്യൂഷൻ. എളുപ്പമാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ എന്താണ് മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ? അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും? MXT എന്നാണ് ഡിനോട്ട് ചെയ്യാറ്. ഇവിടെ MX പറ്റത്തില്ല, M chi-square T. അതിൻ്റെ താഴെ എഴുതു, എൻ്റെ കൂടെ ഒന്ന് ചെയ്തു വെക്കോളൂ. The moment generating function m chi-square t is equal to expectation of e raised to tx അല്ലേ, tx അല്ല t chi-square, expectation of e raised to t chi-square which is equal to, continuous ആയതുകൊണ്ട് integral, range എന്ന് പറയുന്നത് 0 to infinity ആണ്, e raised to t chi-square into f of chi-square d chi-square. e raised to tx fx dx എന്ന് പറയുന്ന സെയിം സാധനം. e raised to t chi-square f of chi-square d chi-square. f of chi-squareൻ്റെ വാല്യൂ ശ്രദ്ധിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to infinity e raised to t chi-square into എന്തായിരുന്നു f of chi-square? half raised to n by 2 by gamma n by 2 e raised to minus chi-square by 2
chi square raised to n by 2 minus 1 d chi square. കോൺസ്റ്റൻറ്റ് ടേംസ് ഒക്കെ ഒന്ന് പുറത്തിട്ടേ. എന്തൊക്കെയാണ് ഇതിനകത്തെ കോൺസ്റ്റൻറ്റ് ടേംസ്? ഹാഫ് റേസ് ടു n by 2 പുറത്ത് പോവും, ബൈ ഗാമ n by 2 പുറത്ത് പോവും, പിന്നെ ബാക്കി എല്ലാതിനകത്ത് തന്നെ ഉണ്ട് ഇൻറ്റഗ്രൽ 0 to infinity e raised to t chi square e raised to minus chi square by 2 chi square raised to n by 2 minus 1 d chi square. ഇപ്പോൾ രണ്ട് എക്സ്പൊണൻഷ്യൽ ടേംസ് ഉണ്ട്. ആ രണ്ടെണ്ണത്തിനെയും കൂടെ നമുക്ക് ക്ലബ് ചെയ്യാം. എൻ്റെ കൂടെ ചെയ്തു പോക്കോണേ. സംശയം ഉണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് എഴുതിയിട്ടേ ബാക്കി കേൾക്കാവുള്ളൂ. സോ രണ്ട് എക്സ്പൊണൻഷ്യൽ ടേംസിനെയും കൂടെ നമ്മൾ ക്ലബ് ചെയ്യാണ്. ക്ലബ് ചെയ്യുമ്പോൾ അങ്ങനെ വരും, ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് റേസ് ടു half raised to n by 2 by gamma n by 2 integral 0 to infinity e raised to t chi square minus chi square by 2 chi square raised to n by 2 minus 1 d chi square. നമ്മൾ ഇനി അടുത്ത ചെറിയൊരു സിംപ്ലിഫിക്കേഷനാണ്. ഈ ഇയുടെ പവറിലുള്ള ഇത്രയും സാധനത്തിൽ നിന്ന് നമ്മൾ മൈനസ് കൈ സ്ക്വയർ പുറത്തെടുക്കുകയാണ്. നമ്മളുടെ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് മൈനസ് കൈ സ്ക്വയർ, ശരിക്കും പറഞ്ഞാൽ മൈനസ് കൈ സ്ക്വയർ അല്ല, മൈനസ് കൈ സ്ക്വയർ ബൈ 2 പുറത്തെടുക്കുകയാണ് കേട്ടോ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് റേസ് ടു n by 2 ബൈ ഗാമ n by 2 ഇൻറ്റഗ്രൽ 0 to infinity e raised to മൈനസ് കൈ സ്ക്വയർ ബൈ 2 പുറത്തെടുത്താൽ ഫസ്റ്റ് ടേം എന്തായിരിക്കും? ഫസ്റ്റ് ടേമിൽ നിന്ന് കൈ സ്ക്വയർ പോയി, അവിടെ 2 ഇല്ല. 2 ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ ഒരു 2 ആഡ് ചെയ്ത് കൊടുത്തു. 2t മൈനസ് 1 കൈ സ്ക്വയർ റേസ് ടു n by 2 മൈനസ് 1 d കൈ സ്ക്വയർ. നിങ്ങൾ ആ ഇൻറ്റഗ്രലിനകത്ത് കിടക്കുന്ന സംഗതി ഒന്നും കൂടെ നോക്കി. എന്ത് ഫോമാണിത്? ഇൻറ്റഗ്രൽ 0 to infinity e raised to minus lambda x lambda raised to x minus 1 അല്ലെങ്കിൽ p minus 1 എന്തൊക്കെയാണ് ഞാനീ പറയുന്നത്? ഒന്നുകൂടെ പറയാം. ഇൻറ്റഗ്രൽ 0 to infinity e raised to minus mx x raised to p minus 1 dx equal to gamma p by m raised to p എന്നൊരു റിസൾട്ട് നമ്മൾ, അല്ലെങ്കിൽ എന്നൊരു കാര്യം നമ്മൾ ഗാമ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് 2 പാരാമെട്രിക് ഗാമ എന്നതിനകത്ത് നമ്മൾ പഠിച്ചതാണ്. ഈ ഇൻറ്റഗ്രലുമായിട്ട് നമ്മളുടെ നേരത്തെ എഴുതിയ ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. രണ്ട് ഇൻറ്റഗ്രൽസും, അതായത് ഇതിനകത്തുള്ള സംഗതിയും, എക്സ്ട്രീംലി സ്ലോ ആണ് എൻ്റെ നെറ്റ്, ഇതും ഈ ഇൻറ്റഗ്രലുമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. ഒരേപോലെയല്ലേ വരുന്നത്? ഇ റേസ് ടു മൈനസ് എം എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് എന്ന് പറയുന്ന കൈ സ്ക്വയർ ആണെന്ന് ആലോചിച്ചോണം. അപ്പോൾ ഈയുടെ പവറിൽ എമ്മിൻ്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? 2t മൈനസ് 1 by 2 അല്ലേ? 2t മൈനസ് 1 by 2നെ ഞാൻ എം എന്ന് ഡിനോട്ട് ചെയ്താൽ ഇ റേസ് ടു മൈനസ് എം എക്സിൻ്റെ ഫോമിലല്ലേ ഈ ഫസ്റ്റ് ടേം കിടക്കുന്നത്. രണ്ടാമത്തെ ടേം എക്സ് റേസ് ടു പി മൈനസ് 1ന് പകരം കൈ സ്ക്വയർ റേസ് ടു n by 2 മൈനസ് 1. അതായത് ഇത്രയും സംഗതി ഞാൻ ഇതിനെ ഒന്നിച്ചിങ്ങനെ ഒരു ഗ്രൂപ്പാക്കി വരയ്ക്കുകയാണെങ്കിൽ ഇത്രയും സംഗതിയാണ് എം, പിന്നെ ഇത്രയും സംഗതിയാണ് എന്ത്? പി. ഇനി ഈ രണ്ട് ഇൻറ്റഗ്രൽസോട് കമ്പയർ ചെയ്ത് രണ്ടും എക്സാക്ട്ലി സെയിം ആണ് അല്ലേ? അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ കിട്ടിയേക്കുന്നത് ഒരു 2 പാരാമെട്രിക് ഗാമ ഇൻറ്റഗ്രൽ ആണ്. ആ ഇൻറ്റഗ്രലിൻ്റെ സൊല്യൂഷൻ എന്താ? ഗാമ പി ബൈ എം റേസ് ടു പി. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മളുടെ ഈ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ നമ്മൾ എഴുതാൻ പോവാണ്. എങ്ങനെ എഴുതാൻ പോകുന്നത്? ഗാമ പി ബൈ എം റേസ് ടു പി. പിയുടെ സ്ഥാനത്ത് എന്താ ഉള്ളത്? n by 2. അപ്പോൾ ഗാമ n by 2 ബൈ എന്താണ് എമ്മിൻ്റെ സ്ഥാനത്തുള്ളത്? 2t മൈനസ് 1 by 2. സോ ഗാമ n by 2 ബൈ 2t മൈനസ് 1 by 2 ദ ഹോൾ റേസ് ടു പി. ഒന്ന് നന്നായിട്ട് ഒന്ന് നോക്കിയിട്ട് എഴുതണം കേട്ടോ, സംശയം വരരുതേ.
സോ ഇറ്റ് ഈസ് ഈക്വൽ ടു പുറത്തുള്ള കോൺസ്റ്റൻസിനെ ഞാൻ അതേപടി എഴുതുന്നു. ഹാഫ് റേസ് ടു n ബൈ 2 ബൈ ഗാമ n ബൈ 2. പിന്നെന്താണ്, ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എഴുതാൻ പോവാണ്. ഗാമ പി, പിയുടെ സ്ഥാനത്ത് എന്തായിരുന്നു, ഗാമ n ബൈ 2 ഡിവൈഡഡ് ബൈ എം റേസ് ടു പി. എന്തായിരുന്നു എം എന്ന് പറയുന്നത്, 2t മൈനസ് 1 ബൈ 2 ദ ഹോൾ റേസ് ടു പി. പി എന്താണ്, n ബൈ 2. അപ്പോൾ പി ഈസ് ഈക്വൽ ടു n ബൈ 2, എം ഇസ് ഈക്വൽ ടു 2t മൈനസ് 1 ബൈ 2. ബൈ 2 ആണ് കേട്ടോ, ഡിനോമിനേറ്ററിലാണ് ഈ 2. അത് ഉപയോഗിച്ച് നമ്മൾ ഈ ഗാമ ഇൻറ്റഗ്രലിൻ്റെ വാല്യൂ എഴുതി. ഒറ്റ അടിക്ക് തന്നെ n ബൈ 2ഉം n ബൈ 2ഉം ക്യാൻസലായിപ്പോയി. പിന്നെ ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. 2t മൈനസ് 1 ബൈ 2 ദ ഹോൾ റേസ് ടു n ബൈ 2നെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് റേസ് ടു n ബൈ 2 ഇൻറ്റു 1 ബൈ, ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്, 2t മൈനസ് 1 ദ ഹോൾ റേസ് ടു n ബൈ 2 ഡിവൈഡഡ് ബൈ 1 ബൈ 2 റേസ് ടു n ബൈ 2 അല്ലേ, 1 ബൈ 2 റേസ് ടു n ബൈ 2. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ന്യൂമറേറ്റർ റേസ് ടു n ബൈ 2ഉം ഡിനോമിനേറ്റർ റേസ് ടു n ബൈ 2. ഓക്കെ, 1 ബൈ 2 അല്ല, 2 റേസ് ടു n ബൈ 2, സോറി. ഇത് 2 ആണ്, ഡിവൈഡഡ് ബൈ 2 റേസ് ടു n ബൈ 2. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൂടെ സ്പ്ലിറ്റ് ചെയ്തു. 2 റേസ് ടു n ബൈ 2 നാച്ചുറലി മുകളിൽ പോവും. സോ ഇറ്റ് ഈസ് ഹാഫ് റേസ് ടു n ബൈ 2 ഇൻറ്റു 2 റേസ് ടു n ബൈ 2 ഡിവൈഡഡ് ബൈ 2t മൈനസ് 1 ദ ഹോൾ റേസ് ടു n ബൈ 2. എന്താ ചെയ്തത്, ഈ സ്റ്റെപ്പിലെ ഇതിനെ ഞാൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. 2t മൈനസ് 1 റേസ് ടു n ബൈ 2 ബൈ 2 റേസ് ടു n ബൈ 2. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിൽ പോകുന്നത് കാരണം ഇതങ്ങ് ന്യൂമറേറ്ററിലേക്ക് പോയി. ഇനി ഈ രണ്ട് ടേംസ് നോക്കൂ, ഇത് ഹാഫ് റേസ് ടു n ബൈ 2, ഇത് 2 റേസ് ടു n ബൈ 2. ഉറപ്പായിട്ടും ഇത് രണ്ടും കൂടി ക്യാൻസലായി പോകും. അപ്പോൾ ഫൈനലി വാട്ട് യു ഹാവ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 2t മൈനസ് 1 ഈക്വൽ ടു 2t മൈനസ് 1 ദ ഹോൾ റേസ് ടു, അത് ഡിനോമിനേറ്ററിലായതുകൊണ്ട് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പം ഹോൾ റേസ് ടു മൈനസ് n ബൈ 2. അപ്പം നമ്മൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് ഇത്രയും നേരം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഒന്നുകൂടെ നോക്കിയ എല്ലാത്തിലോട്ടും നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്, എം കൈ സ്ക്വയർ ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എക്സ്പെക്റ്റേഷൻ ഓഫ് ഇ റേസ് ടു ടി കൈ സ്ക്വയർ, അതിൻ്റെ PDF ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ നിന്ന് കോൺസ്റ്റൻറ്റ് ടേംസ് പുറത്തെടുത്തു. ഈയുടെ രണ്ട് ഫങ്ഷൻസിനെ കമ്പൈൻ ചെയ്തു. കണ്ടോ, കമ്പൈൻ ചെയ്തത്. ആ കമ്പൈൻ ചെയ്തതിനകത്തുനിന്ന് എന്താ ചെയ്തത്, മൈനസ് കൈ സ്ക്വയർ ബൈ 2 പുറത്തെടുത്തു. എന്നിട്ട് കിട്ടിയ ഇൻറ്റഗ്രലിനെ ഗാമ ഇൻറ്റഗ്രൽ ഓഫ് സെക്കൻഡ് കൈൻഡ് അല്ലെങ്കിൽ 2 പാരാമെട്രിക് ഗാമ ഇൻറ്റഗ്രലുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ അതിൻ്റെ ആൻസർ എഴുതി ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ ഒന്നുകൂടെ എടുത്തെഴുതിക്കേ. Therefore m chi square t is equal to എന്തായിരുന്നു, 1 minus 2t the whole raised to minus n by 2 അല്ലെങ്കിൽ 1 by 1 minus 2t the whole raised to n by 2. Anyway you can write it. ഇതാണ് chi square distributionൻ്റെ moment generating function. ഡെറിവേഷനും ചോദിക്കാറുണ്ട്, വെറുതെ വൺ വേർഡായിട്ട് അതിൻ്റെ റിസൾട്ടും ചോദിക്കാറുണ്ട്. അപ്പം നന്നായിട്ട് പഠിച്ചു വെച്ചോളാം. ഇനി ഇത് ഉപയോഗിച്ച്, ഇത് ഭയങ്കര സിമ്പിൾ ഫോമാണ്, എക്സ്പാൻഡബിൾ ഫോമാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് കൈ സ്ക്വയറിൻ്റെ മീനും വേരിയൻസും ഒക്കെ കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്ത ഹെഡിങ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ദ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. അതിനായിട്ട് ആദ്യം മൊമെൻ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ ഒന്നുകൂടെ ഒന്ന് എടുത്തെഴുതിക്കേ. mxt is equal to 1 minus 2t the whole raised to minus n by 2. Expand ചെയ്തേ. It is 1 plus n by 2 into 2t plus n by 2 into n by 2 plus 1 into 2t the whole square. നമുക്ക് t square വരെ മതി, വേരിയൻസ് പോരെ, പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. സോറി, ഡിവൈഡഡ് ബൈ 2. എങ്ങനെയാണ് ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത്, ഏതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ? 1 minus x the whole raised to minus n. It is equal to 1 plus nx plus n into n plus 1 by 2 factorial x square plus n into n plus 1 into n plus 2 by 3 factorial x cube plus etc. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ. ഓക്കെ,
സൈഡിലോട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേരാം. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തത്. എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2t ആണ്, എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് n/2 ആണ്. അപ്പോൾ അതനുസരിച്ച് എന്ത് വരും? 1 + n/2 ഇൻറ്റു എക്സ്. ഇതാണ് എക്സ്. അപ്പോൾ n/2 ഇൻറ്റു എക്സ് പ്ലസ് n/2 ഇൻറ്റു n/2 പ്ലസ് 1/2 ഫാക്ടോറിയൽ x² പ്ലസ് എക്സെട്ര. ഒന്നുകൂടെ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടിയതിനെ സോ ഇറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോവും അല്ലേ? ഇവിടെ ഈ 2ഉം ക്യാൻസൽ ആയിപ്പോവും. ഇവിടെ 2 ഫാക്ടോറിയലും ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സോ ഇറ്റ് ഈസ് 1 പ്ലസ് ആദ്യത്തെ ടേം എന്ത് വന്നു? n ഇൻറ്റു ടി പ്ലസ് അടുത്തത് എന്താ? അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. n/2 ഇൻറ്റു n/2 പ്ലസ് 1/2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 4t² അല്ലേ? പ്ലസ് എക്സെട്ര. നമുക്ക് വേരിയൻസ് വരെ മതി. അതായത് t²/2 ഫാക്ടോറിയലിൻ്റെ, അല്ലെങ്കിൽ നമുക്കിതിനെ 2 ഫാക്ടോറിയൽ തന്നെ എഴുതാം. t²/2 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് വരെ മതി. മോംജറഡി ഫംഗ്ഷനിൽ നിന്നും മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. ഏതൊക്കെയായിരുന്നു മോംജറഡി ഫംഗ്ഷനിൽ നിന്ന് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ്? കഴിഞ്ഞ സെമിലെ പോർഷൻസ് ആണ് ഇതൊക്കെ. എന്തൊക്കെയായിരുന്നു അത്? ഒന്ന് എക്സ്പാൻഷൻ മെത്തേഡും ഒന്ന് ഡിഫറൻസിയേഷൻ മെത്തേഡും. അതിലെ എക്സ്പാൻഷൻ മെത്തേഡാണ് ഞാൻ എടുക്കുന്നത്. എക്സ്പാൻഷൻ മെത്തേഡ് അനുസരിച്ച് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? എന്തായിരുന്നു? μ1' is the coefficient of t/1 factorial. μ2' is the coefficient of t²/2 factorial etc. ഈ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ കയ്യിലുള്ള മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനെ എക്സ്പാൻഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതിൽ നിന്ന് ഇനി ഒന്നൊന്നായിട്ട് വായിച്ചേ. എന്താണ് μ1'? μ1' is the coefficient of t/1 factorial. അപ്പോൾ അടുത്ത താഴെ എഴുതൂ. ഇത്രയും വരെ എഴുതിയാൽ മതി എക്സ്പാൻഷൻ. താഴെ എഴുതൂ. The mean of the chi-square distribution. The mean of the chi-square distribution, comma μ1' is equal to ഫോർമുല അനുസരിച്ച് കോഎഫിഷ്യൻ്റ് ഓഫ് t/1 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ടി അല്ലേ? കോഎഫിഷ്യൻ്റ് ഓഫ് ടി. ഈ എക്സ്പാൻഷനിൽ ടിയുടെ കോഎഫിഷ്യൻ്റ് എന്താണ്? ടിയുടെ കൂടെ കിടക്കുന്ന ആരാണ്? ടിയുടെ കൂടെ ഉള്ളത് ആരാണ്? t/1 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്? n ആണ് അല്ലേ? ടിയുടെ കൂടെയുള്ള ടേം എന്ന് പറയുന്നത് n ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു n. സോ ഒരു chi-square ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. നമ്മൾ എന്നിന് കൊടുത്തിരുന്ന പേരെന്താ? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അത് ഓർത്ത് വെച്ചണം. താഴെ ഒരു ബോക്സിലോട്ട് എഴുതിക്കേ. Therefore, the mean of a chi-square distribution, mean of a chi-square distribution is equal to n, which is equal to degrees of freedom. Equal to n equal to degrees of freedom. അപ്പം മ്യൂ കിട്ടി, μ1' കിട്ടി. അടുത്ത നമ്മൾ μ2' എടുക്കുകയാണ്. എന്തായിരുന്നു നമ്മുടെ ഫോർമുല അനുസരിച്ച് μ2' റൈറ്റ് സൈഡിലോട്ട് നോക്കി. μ2' എന്ന് പറയുന്നത് t²/2 ഫാക്ടോറിയലിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ചതിനകത്തു നിന്ന് μ2' എന്താണെന്ന് വായിച്ചേ. μ2' is equal to കോഎഫിഷ്യൻ്റ് ഓഫ് എന്തായിരുന്നു? t²/2 ഫാക്ടോറിയൽ. ഈ എക്സ്പാൻഷനകത്ത് t²/2 ഫാക്ടോറിയലിനെ മാത്രം ഒന്ന് മാറ്റി നിർത്തിക്കേ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ടേംസ് ഏതൊക്കെയാണ്? t²/2 ഫാക്ടോറിയലിൻ്റെ കൂടെയുള്ള ടേംസ് n/2 ഇൻറ്റു n/2 പ്ലസ് 1 ഇൻറ്റു 4 അല്ലേ? സോ ഇറ്റ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു n/2 പ്ലസ് 1 ഇൻറ്റു 4. അതാണ് ഈ എക്സ്പാൻഷനിൽ നിന്ന് t²/2യുടെ കോഎഫിഷ്യൻ്റ്. അത് നമ്മൾ ജസ്റ്റ് അതേപോലെ എടുത്തെഴുതി. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതെന്ത് വരും? n/2 ഇൻറ്റു, ഇവിടെ LCM എടുത്തേ, n+2/2 ഇൻറ്റു 4. അപ്പോൾ 4 ക്യാൻസൽ ആയിപ്പോവും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n+2. അപ്പോൾ അതാണ് നമ്മളുടെ μ2'. നൗ ഫൈൻഡ് വേരിയൻസ്. സോ വാട്ട് ഈസ് യുവർ വേരിയൻസ്? തന്നെ കണ്ടുപിടിക്കാൻ നോക്കിയേ. വേരിയൻസ് ഇസ് ഈക്വൽ ടു μ2' മൈനസ് μ1' the whole square.
So variance sigma square is equal to mu 2 dash minus mu 1 dash the whole square. It is equal to n into n plus 2 minus n square. അല്ലേ? It is equal to n square plus 2n minus n square cancel ആയി, which is equal to 2n. സോ താഴെ ഒരു ബോക്സിനകത്ത് എഴുതിക്കുക. എന്താ നമുക്ക് കിട്ടിയെന്ന് നോക്ക്. കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തന്നെയാണ്. അതിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഡബിളാണ്. സോ റൈറ്റ്, ദാറ്റ് ഈസ് the variance of the chi-square distribution the variance of the chi-square distribution is equal to 2 into n, 2n, which is equal to 2 into degrees of freedom. ഒന്നും കൂടി ആ പോർഷൻ ഒന്ന് വീഡിയോ കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതിൻ്റെ റിസൾട്ട്സ് അത്രയും ടഫ് അല്ല കൈ സ്ക്വയറിൻ്റെ റിസൾട്ട്സ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച എന്തായിരുന്നു? കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും കണ്ടുപിടിച്ചു, കൈ സ്ക്വയറിൻ്റെ വേരിയൻസും കണ്ടുപിടിച്ചു. നമുക്ക് കിട്ടിയത് എന്താ? മീൻ മ്യൂ ഇസ് ഈക്വൽ ടു എന്നും വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2n. ഇതാണ് നമ്മളിപ്പം ഡിറൈവ് ചെയ്ത റിസൾട്ട്. അടുത്ത റിസൾട്ട് എന്ന് പറയുന്നത് അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ദ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. സാധാരണ അഡിറ്റീവ് പ്രോപ്പർട്ടി തന്നെ. നമ്മൾ 2 വേരിയബിൾ കേസിലേത് ഡിറൈവ് ചെയ്യും, n വേരിയബിൾ കേസിലേത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യാം. സോ സ്റ്റാർട്ട് ചെയ്തോ, സ്റ്റേറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തോ. ലെറ്റ് u and v ബി x1 x2 എന്നോട് പറയാൻ പറ്റത്തില്ല. കൈ സ്ക്വയർ 1 കൈ സ്ക്വയർ 2 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയാൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് യു വി എന്നൊക്കെ പറയുന്നത്. Let u and v be 2 chi-square variates with degrees of freedom. അതിനെ നമ്മൾ d dot f എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. with degrees of freedom n1 and n2. Derive the distribution of y equal to u plus v. സമ്മിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് എപ്പോൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാലും അത് മൊമെൻ്ററി ഫംഗ്ഷൻ ഉപയോഗിച്ച് മാത്രമേ ചെയ്യാവൂ. അപ്പം നമ്മൾ 2 വേരിയബിൾസ് തന്നേക്കുന്ന എന്താണ്? ഗിവൺ തിങ്സ് ആദ്യം എഴുതിക്കേ. പ്രൂഫ് എന്തായിരുന്നു? ഗിവൺ ദാറ്റ് യുവും വിയും കൈ സ്ക്വയർ ആണ്, n1 n2 ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പം നമുക്കതിനെ എങ്ങനെ എഴുതാം? u ഫോളോസ് കൈ സ്ക്വയർ n1 ആൻഡ് v ഫോളോസ് കൈ സ്ക്വയർ n2. അപ്പം നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച അനുസരിച്ച് എന്താണ് യുടെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ? MUT ഈസ് ഈക്വൽ ടു, ഒന്ന് പോയി നോക്കിയേ കൈ സ്ക്വയറിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരുന്നതെന്ന്. 1 minus 2t the whole raised to n/2 minus n/2. ഓർക്കുന്നുണ്ടോ? ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് n1 ആണ്. സോ മൈനസ് n1/2. അതേപോലെ MVT ഈസ് ഈക്വൽ ടു 1 minus 2t the whole raised to minus n2/2. ഇപ്പോൾ യു വി 2 വേരിയബിൾസിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫങ്ഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഗിവൺ ദാറ്റ് u follows chi square n1, v follows chi square n2, therefore MUT is equal to that m1 minus 2t raised to minus n1/2 and MVT is equal to 1 minus 2t raised to minus n2/2. നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് എന്താണ്? y എന്ന പുതിയ വേരിയബിളിൻ്റെ എന്തായിരുന്നു നമ്മളുടെ y? u പ്ലസ് വി ആണ് y. അപ്പോൾ അടുത്തത് അതേപോലെ ഗിവൺ ദാറ്റിൻ്റെ കൂടെ അതും കൂടെ എഴുതിക്കോ. y is equal to u പ്ലസ് വി. ഇത്രയും തന്നിട്ടുണ്ട്. ഈക്വൽ ടു u പ്ലസ് വി. ആ വൈയുടെ മൊമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. കൺസിഡർ ദ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് MGF ഓഫ് y. മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് y. സോ എന്തായിരുന്നു അത്? MYT is equal to expectation of e raised to ty which is equal to
എന്താണ്? expectation of e raised to t into u plus v. That is equal to expectation of e raised to tu into e raised to tv. That is equal to രണ്ടും ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണ് കേട്ടോ. അത് മുകളിൽ അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ലെറ്റ് യു ആൻഡ് വി ബി ടു ഇൻഡിപെൻഡൻറ്റ് കൈ സ്ക്വയർ വേരിയേറ്റ്സ്. ആ ടേം വേണം, എന്നാലേ നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. It's equal to expectation of e raised to tu into expectation of e raised to tv, which is equal to എന്താണ്? ഓരോന്നിൻ്റെയും ഹോമോജീനിറ്റി ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 1 minus 2t the whole raised to minus n1 by 2 into 1 minus 2t the whole raised to minus n2 by 2. ക്ലബ് ചെയ്ത് രണ്ട് ഒരേ ടേംസ് ആണ്. ക്ലബ് ചെയ്യുമ്പോൾ എന്ത് വരും? 1 minus 2t the whole raised to minus n1 by 2 minus n2 by 2. It is equal to 1 minus 2t the whole raised to minus of n1 plus n2 by 2. അപ്പം y എന്ന് പറയുന്ന പുതിയ വേരിയബിളിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. സാധാരണ മെത്തേഡ് തന്നെ. വൈക്ക് പകരം u പ്ലസ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിനെ സ്പ്ലിറ്റ് ചെയ്തു, എന്നിട്ട് ഓരോന്നിൻ്റെയും ഹോമോജീനിറ്റി ഫംഗ്ഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിനുശേഷം അതിനെ സിംപ്ലിഫൈ ചെയ്തു. സോ വാട്ട് വി നൗ ഹാവ് ഇസ് y എന്ന് പറയുന്ന പുതിയ വേരിയബിളിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഇസ് 1 minus 2t the whole raised to minus of n1 plus n2 by 2. ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം ഇത് ഏതിൻ്റെ ഹോമോജീനിറ്റി ഫംഗ്ഷൻ്റെ ഫോമാണ്? നമ്മുടെ കൈ സ്ക്വയറിൻ്റെ 1 minus 2t raised to minus n by 2 എന്ന അതേ ഫോമാണ്. എന്നിൻ്റെ സ്ഥാനത്ത് n1 plus n2 എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് വ്യത്യാസം. അപ്പോൾ കമ്പയറിങ് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മളുടെ പുതിയ വേരിയബിൾ y എന്ന് പറയുന്നത് കൈ സ്ക്വയർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത് വിത്ത് എന്താ? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം n1 plus n2. അപ്പോൾ അതിൻ്റെ താഴെ എഴുതൂ ക്ലിയർലി y has the moment generating function, y has the distribution. Clearly y has the distribution chi square n1 plus n2 by 2. y has the distribution chi square bracket la n1 plus n2. That is y follows chi square n1 plus n2. അപ്പം നമുക്ക് എന്താ കിട്ടിയത്? u എന്ന് പറയുന്നത് കൈ സ്ക്വയർ n1 ആണ്, v എന്ന് പറയുന്നത് കൈ സ്ക്വയർ n2 ആണ്. അങ്ങനെയാണെങ്കിൽ u പ്ലസ് വി എന്ന് പറയുന്നത് എന്തായിരിക്കും? u പ്ലസ് വി ഈക്വൽ ടു y ഹാസ് ദ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n1 പ്ലസ് n2. അതായത് എക്സാക്ട്ലി അഡിറ്റീവ് പ്രോപ്പർട്ടിയാണ്. That is chi-square distribution has the additive property. Chi-square distribution has the additive property. അടുത്തത് കെ കേസ്. ഇപ്പോൾ 2 കേസാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. കെ കേസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം, ഇതേപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ പ്രൂഫ് എഴുതണം. ഓക്കെ, അപ്പം അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുതിക്കോ. റിസൾട്ട് നമ്പർ 2 ആണ്. കൈ സ്ക്വയറിനെ സംബന്ധിച്ചോളം റിസൾട്ടിലെ നമ്പർ 2 ആണിത്. സോ റൈറ്റ്, if u1 u2 etc. uk has the chi-square distribution അല്ലെങ്കിൽ are independent chi-square variates chi-square variates with parameters with degrees of freedom n1 n2 etc. nk, find the distribution of y equal to u1 plus u2 plus etc. plus uk. Okay, if u1 u2 etc. uk are independent chi-square variates with degrees of freedom n1 n2 etc. nk, derive the distribution of
y equal to u1 plus u2 plus etc. plus uk. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത റിസൾട്ട്. അത് ചെയ്തിട്ട് വേണം ഞാൻ പറയാൻ പോകുന്ന ലാസ്റ്റ് റിസൾട്ടിലോട്ട് പോകാൻ. നിങ്ങൾ ഇവിടെ വെച്ച് വീഡിയോ പോസ് ചെയ്ത് ഇപ്പം തന്നെ അത് ചെയ്യണം. കാരണം ഇതിൻ്റെ കൂടെ അങ്ങ് ചെയ്താൽ ഇതേപോലെ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ശേഷം മതി chi-square ലാസ്റ്റ് റിസൾട്ട്. അടുത്ത അതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഒരു ഹെഡിങ് പോലെ എഴുതിക്കോ. റിലേഷൻ ബിറ്റ്വീൻ the normal distribution n mu sigma, the normal distribution n01 madi, the standard normal distribution n01 and the chi-square distribution n01 and the chi-square distribution. സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ഇത് സത്യത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ അത് പ്രൂവ് ചെയ്യാം. ഇഫ് എക്സ് ഫോളോസ് n01, y equal to x square has the chi-square distribution with 1 degrees of freedom. If x follows n01, then y equal to x square has the chi-square distribution with 1 degrees of freedom. നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച സമയത്ത് എക്സ് ഫോളോസ് n01 ആണെങ്കിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവസാനം കൊണ്ടുവന്ന് chi-square distribution with 1 degrees of freedom എന്ന് നമ്മൾ എഴുതിയിട്ടുമുണ്ട്. ഓക്കെ, അത് നമ്മൾ ചെയ്തത് നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് വേരിയബിൾസിൻ്റെ മെത്തേഡ് വെച്ചിട്ടാണ്. നിങ്ങളതൊന്ന് തിരിച്ചു പോയി നോക്കണം. ഒന്നിൽ അങ്ങനെ നമുക്കിത് പ്രൂവ് ചെയ്യാം, അതല്ലെങ്കിൽ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ വെച്ച് വേണമെങ്കിലും പ്രൂവ് ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ മെത്തേഡ് നോക്കാം. രണ്ടും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, സോ എൻ്റെ പ്രൂഫ് നമ്മൾ എക്സിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്ന് തുടങ്ങുകയാണ്. ആദ്യം ഗിവൺ കാര്യങ്ങൾ എഴുതൂ. ഗിവൺ ദാറ്റ് എക്സ് ഫോളോസ് n01. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എഴുതണമെന്നില്ല. നമുക്ക് വൈയുടെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ y എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ അല്ലേ, എക്സിൻ്റെ ഫംഗ്ഷൻ അല്ലേ, എക്സിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിലോട്ട് പോവാം. സോ myt ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എക്സ്പെക്റ്റേഷൻ ഓഫ് e റേസ് ടു ty അല്ലേ. പക്ഷേ എക്സ്പെക്റ്റേഷൻ ഓഫ് e റേസ് ടു ty എന്ന് പറയുന്നത് സത്യത്തിൽ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് e റേസ് ടു tx സ്ക്വയർ ആണ്. അത് എക്സിൻ്റെ തന്നെ ഫംഗ്ഷനാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ എന്ത് തന്നെ ആയാലും അതിൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ എന്താണോ ആ ഫംഗ്ഷനെ അതിൻ്റെ PDF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓർമ്മയുണ്ടോ? നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എനിത്തിങ് എന്ന് പറയുന്നത് എന്താ? ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓഫ് ദാറ്റ് തിങ് ഇൻ ടു fx. ഈ രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് എക്സിൻ്റെ ഏതൊരു ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് tx സ്ക്വയർ, അത് എക്സിൻ്റെ ഫംഗ്ഷനാണ്. അത് കണ്ടുപിടിക്കാനായിട്ട് എന്താണോ ഇവിടെ ഉള്ളത് അതിനെ എക്സിൻ്റെ PDF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ റേഞ്ചിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ വേഗം എക്സിൻ്റെ PDF അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എന്തായിരുന്നു എക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ? എക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആണ്. എക്സ് ഫോളോസ് n01 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്താണ് എക്സിൻ്റെ PDF? സൈഡിലോട്ടൊന്ന് മാറ്റി എഴുതിക്കേ. എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2 പൈ e റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 സ്റ്റാൻഡേർഡ് നോർമൽ PDF. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്താണ്? e റേസ് ടു tx സ്ക്വയർ ഇൻറ്റു 1/√2 പൈ e റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 dx. ശരിയല്ലേ? ആ രണ്ട് കോൺസ്റ്റൻറ്റിനെ പുറത്തെടുത്തിട്ട് ആ രണ്ട് എന്താണ് എക്സ് സ്ക്വയർ ഈ ടേംസിനെയും കൂടെ നമുക്ക് ക്ലബ് ചെയ്യാം. അപ്പോൾ എന്ത് വന്നു? ഇറ്റ് ഈസ് ഈക്വൽ ടു 1/√2 പൈ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി
ഇ റേസ് ടു ടി എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഡി എക്സ്. രണ്ടിൽ നിന്നും നമുക്ക് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇയുടെ പവറിൽ നിന്നും മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പുറത്തെടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/√2 പൈ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു 2t മൈനസ് 1 അല്ലേ, 2t മൈനസ് 1. നേരത്തെ നമ്മൾ കൈ സ്ക്വയറിൽ ചെയ്ത അതേപോലെ ഡി എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു 2t മൈനസ് 1 ഡി എക്സ്. ഇത് ഒരു ഈവൺ ഇൻറ്റഗ്രലും അതിനകത്തൊരു ഈവൺ ഫങ്ഷനുമാണ്. ശരിയല്ലേ? മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈവൺ ഇൻറ്റഗ്രലും അതിനകത്തൊരു ഈവൺ ഫങ്ഷനും ആയതുകൊണ്ട് ഞാൻ ആ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്നുള്ളതിനെ 0 ടു ഇൻഫിനിറ്റിയുടെ 2 ടൈംസ് ആയിട്ട് മാറ്റുകയാണ്. കാരണം അകത്തെ ഫങ്ഷൻ ഈവൺ ആയതുകൊണ്ട് നമുക്കതിനെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/√2 പൈ. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ്? 2 ഇൻറ്റു 0 ടു ഇൻഫിനിറ്റി ആണ്. 2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു 2t മൈനസ് 1 ഡി എക്സ്. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു 2t മൈനസ് 1 ഡി എക്സ്. ഇതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഒരു സിമ്പിൾ ഫങ്ഷനാണ്. ഇതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനകത്ത് എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ എന്ന് കൊടുത്തേ. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ഈക്വൽ ടു വൈ. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ബൈ 2നെ നമുക്ക് വൈ എന്ന് കൊടുത്താലോ? ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ അറിയാമല്ലോ അല്ലേ? ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് സ്ക്വയർ ബൈ 2 ഈക്വൽ ടു വൈ എന്ന് കൊടുത്താൽ എന്ത് വരും? 2x dx ബൈ 2 ഈക്വൽ ടു dy. Therefore 2 2 ക്യാൻസൽ ആവും. x dx ഈക്വൽ ടു dy. അപ്പോൾ dx എന്താണ്? dy ബൈ x. സോ dx ഇസ് ഈക്വൽ ടു dy ഡിവൈഡഡ് ബൈ x. പക്ഷേ x എന്താ ഇവിടെ? എക്സ് സ്ക്വയർ ആണ് 2y. അപ്പം എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2y. സോ x ഈക്വൽ ടു റൂട്ട് ഓഫ് 2y. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു dy ഡിവൈഡഡ് ബൈ റൂട്ട് 2y. നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഡയറക്റ്റ്ലി ആൻസർ വരില്ല കേട്ടോ. ഇൻറ്റഗ്രേഷൻ കാരണം എക്സ് സ്ക്വയറും എക്സും ഒക്കെയാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ പറ്റൂ. അപ്പം നമ്മൾ ഈ എക്സ് സ്ക്വയർ ബൈ 2ന് പകരം y എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് സാധാരണ ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ പോലെ നമ്മൾ ഡി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം, റേഞ്ചും കണ്ടുപിടിക്കണം. എക്സ് 0 വരുമ്പോൾ y എന്താണ്? 0. എക്സ് ഇൻഫിനിറ്റി വരുമ്പോൾ y എന്താണ്? ഇൻഫിനിറ്റി. അപ്പോൾ അവിടെ വ്യത്യാസമൊന്നുമില്ല. അതിൻ്റെ സൈഡിലോട്ട് അല്ലെ താഴോട്ട് തന്നെ എഴുതിക്കോ. വെൻ എക്സ് ഈക്വൽ ടു 0 ഈ ഫോമുല അനുസരിച്ച് y എന്ത് വരും? y ഈക്വൽ ടു 0. ആൻഡ് വെൻ എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി y ഈക്വൽ ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇനി ശ്രദ്ധിച്ച് നമ്മളുടെ ആ ഇൻറ്റഗ്രലിനകത്തേക്ക് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് അത്രയും കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2/√2 പൈ ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. കാരണം റേഞ്ചിന് മാറ്റമില്ല. ഇ റേസ് ടു മൈനസ് എന്ത് വന്നു? എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ സ്ഥാനത്താണ് y വന്നത്. അപ്പം y ഇൻറ്റു 2t മൈനസ് 1. ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. 1-2 പ്രാവശ്യം വീഡിയോ കാണണം കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ എക്സ് സ്ക്വയർ ബൈ 2ന് പകരം നമ്മൾ ഉപയോഗിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു? എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ എക്സ് സ്ക്വയർ ബൈ 2 ഈക്വൽ ടു y എന്ന സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 2ന് പകരം ഞാൻ y എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ യൂസ് ചെയ്തു. ഇതിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാണ് കേട്ടോ. യൂസ് ചെയ്തു. 2t മൈനസ് 1ന് മാറ്റമൊന്നുമില്ല. ഡി എക്സിന് പകരം പക്ഷേ എന്ത് സംഭവിച്ചു? ഡി എക്സിന് പകരം നമ്മളിവിടെ കണ്ടുപിടിച്ചത് എന്താ? dy ബൈ റൂട്ട് 2y ആണ്. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ dy ബൈ റൂട്ട് 2y. അപ്പോൾ ഇത് കൺവേർഷൻ കഴിഞ്ഞു. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്ന പണി മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? ഇവിടെ നോക്ക്, ഒരു 2 ഇവിടെയുണ്ട്, ഒരു റൂട്ട് 2 ഇവിടെയുണ്ട്, ഇവിടെ ഒരു റൂട്ട് 2 ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ക്യാൻസൽ ആയി പോകും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു
1/√pi integral 0 to infinity e raised to minus y into 2t minus 1 into ഈ 1/√y ഞാൻ മുകളിലോട്ട് കൊണ്ടുപോവാണ് y raised to minus half dy. ഓക്കെ, ഇപ്പം ഏകദേശം നമുക്കറിയാവുന്ന ഗാമ ഇൻറ്റഗ്രലിൻ്റെ ഫോമിലേക്ക് അത് പതിയെ പോവാണ് കേട്ടോ. അടുത്ത നമ്മൾ കുറച്ചുകൂടി അതിനെ സിംപ്ലിഫൈ ചെയ്യാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/√2pi ഇൻറ്റഗ്രൽ 0 to infinity e raised to minus y into 2t minus 1 y raised to half minus 1. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയേ? സംതിങ് -1 എഴുതിയാലേ നമുക്ക് നമ്മുടെ ഗാമ ഇൻറ്റഗ്രലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഈ -1/2 എന്ന് പറയുന്ന സാധനത്തിനെ ½ -1 എന്നാക്കുകയാണ്. ശരിയല്ലേ? ഹാഫിൽ നിന്ന് 1 കുറച്ചാൽ എന്ത് വരും? ആൻസർ -1/2 തന്നെ വരും. അതുകൊണ്ട് -1/2 ഞാൻ ½ -1 എന്ന് എഴുതി. എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമ്മുടെ ഗാമ ഇൻറ്റഗ്രൽ e raised to minus mx x raised to p minus 1 dx ആയിട്ട് കമ്പയർ ചെയ്യാൻ. ഇറ്റ് ഈസ് ഈക്വൽ ടു ഗാമ p ബൈ m raised to p എന്നതിലോട്ട് കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇതുമായിട്ട് കമ്പയർ ചെയ്ത് ആൻസർ എഴുതാൻ പോവാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/√pi എന്ത് വരും? ഇത് ഗാമ p ബൈ m raised to p. ഇതിൽ ഇത്രയും സാധനമാണ് m, ഇതാണ് p. അപ്പോൾ ശ്രദ്ധിച്ച് പറഞ്ഞേ, 1/√pi ഇൻറ്റു ഗാമ p എന്ന് വെച്ചാൽ ഗാമ ഹാഫ് ഡിവൈഡഡ് ബൈ m raised to p. m എന്തായിരുന്നു? 2t minus 1. 2t minus 1 raised to p. ഗാമ p അല്ല, പിയുടെ സ്ഥാനത്ത് ആരാ ഉള്ളത്? ഹാഫ്. 2t minus 1/2. ഗാമ ഹാഫിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഗാമ ഹാഫ് എന്ന് പറയുന്നത് √pi ആണ്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/√pi ഇൻറ്റു √pi ഡിവൈഡഡ് ബൈ 2t minus 1 raised to half. √piയും ക്യാൻസലായി പോവും. ഫൈനലി വാട്ട് യു ഹാവ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 2t minus 1/2t minus 1/2 എന്ന് വെച്ചാൽ 2t minus 1 raised to minus 1/2. അപ്പം എന്താണ് നമ്മൾ ഇത്രയും പാടുവിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് വന്നത്? എന്തായിരുന്നു? ഇവിടെ ഒരു ചെറിയ നൊട്ടേഷൻ ചേഞ്ച് നിങ്ങൾ വരുത്തേണ്ടി വരും. y ഓൾറെഡി എടുത്തത് ഓർക്കാതെയാണ് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂഷനകത്ത് എഗെയിൻ y എന്ന് കൊടുത്തത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയ നൊട്ടേഷൻ ചേഞ്ച് നമ്മുടെ ഇതിനകത്ത് ഇടേണ്ടി വരും. അതായത് നമ്മൾ എന്താണ് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തില്ലേ, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തപ്പോൾ y എന്ന് പറഞ്ഞത് അല്പം തെറ്റിപ്പോയി. ബിക്കോസ് ഓൾറെഡി നമ്മൾ y യൂസ് ചെയ്ത കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ x²/2 നിങ്ങൾ y മാറ്റിയിട്ട് y, അതായത് ഇതിന് ശേഷം ഈ സ്റ്റെപ്പിന് ശേഷം നമ്മൾ y ഉപയോഗിച്ചതിനെയെല്ലാം u ആക്കി മാറ്റണേ. u അല്ലെങ്കിൽ നമുക്ക് ഒരേ വേരിയബിളിനെ രണ്ടിടത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. എവിടെയൊക്കെ നിങ്ങൾ y ഉപയോഗിച്ചോ അതിനെല്ലാം നിങ്ങൾ u ആക്കണേ. ഞാനത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം മറന്നുപോയായിരുന്നു, അതുകൊണ്ടാണ്. എവിടെയൊക്കെ y ഉപയോഗിച്ചോ അവിടെ എല്ലാം u ആക്കുക. സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കേണ്ടത് x²/2 ഈക്വൽ ടു u എന്ന് എടുക്കണം. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് u കറക്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ, ഇത്രയും സ്ഥലത്ത്. കാരണം y ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. MYT ആണ് നമ്മൾ ഈ പാടുവിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ ചേർത്ത് നിന്ന് എഴുതിക്കേ. സോ MYT അതാണ് കണ്ടുപിടിച്ചത്. MYT ഈസ് ഈക്വൽ ടു 2t minus 1 raised to minus half. ഒരു പുതിയ വേരിയബിൾ y എന്തായിരുന്നു? നമ്മളുടെ y നമ്മൾ എവിടുന്നാണ് തുടങ്ങിയതെന്ന് ഒന്നുകൂടെ നോക്കുക. എക്സ് എന്ന് പറയുന്നത് n01 ആണ്. ആ x² ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. x² നമ്മൾ y എന്ന് കൊടുത്തത്. അതിൻ്റെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് ഈ കിട്ടിയേക്കുന്നത്. ഈ ഫോമിലെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 1 - 2t raised to minus n/2. അത് ആരുടെ മൊമെൻറ്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആയിരുന്നു? chi² with
n ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ മൊമെൻ്ററി ഫംഗ്ഷൻ ആയിരുന്നു ഇത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം കിട്ടിയ മൊമെൻ്ററി ഫംഗ്ഷൻ എന്താണ്, എന്തിൻ്റെയാണ്? കൈ സ്ക്വയർ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെയാണ്. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ താഴെ എഴുതൂ, ദാറ്റ് ഈസ് MYT ഈസ് ഈക്വൽ ടു 2t മൈനസ് 1 ദ ഹോൾ റേസ് ടു മൈനസ് ഹാഫ്, ദാറ്റ് ഈസ് അല്ലെങ്കിൽ വിച്ച് ഇസ് the moment generating function of the chi-square distribution with 1 degrees of freedom. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് വന്ന എന്താണ്, നമ്മളുടെ പുതിയ വേരിയബിൾ y ഹാസ് ദ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹാസ് ദ chi-square distribution with 1 degrees of freedom. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ പുതിയ വേരിയബിൾ y? എക്സ് സ്ക്വയറിനെയാണ് നമ്മൾ y എന്ന് വിളിച്ചത്. അപ്പോൾ നമ്മൾ ഫൈനലി എന്താണ് പ്രൂവ് ചെയ്തത്? എക്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ് ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു കൈ സ്ക്വയർ വേരിയേറ്റ് ആയിരിക്കും. ഏത് കൈ സ്ക്വയർ വേരിയേറ്റ് ആയിരിക്കും? കൈ സ്ക്വയർ വേരിയേറ്റ് വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. സോ എൻ്റെ താഴെ എഗെയിൻ എഴുതൂ, ദാറ്റ് ഇസ് ഇഫ് എക്സ് ഹാസ് ദ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, that is if x has the normal distribution അല്ലെങ്കിൽ standard normal distribution n01 x has the standard normal distribution n01 comma y equal to x square has the chi-square distribution with 1 degrees of freedom. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. കൈ സ്ക്വയറിൻ്റെ ഡെറിവേഷൻ ഈ രീതിയിലാണ് വന്നത്. ഹാസ് ദ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾ ഒന്ന് തിരിച്ചു പോയി നോക്കി നമ്മൾ എന്താ ചെയ്തതെന്ന്. ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാണ് ചെയ്തത് അല്ലേ? കുറച്ച് ഒരല്പം ഇൻ്റഗ്രേഷൻ വരാൻ, ഇതൊന്നും ഒരു മാത്സ് കുട്ടിക്ക് കോംപ്ലിക്കേറ്റഡ് ആണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എന്താ പറയുക, സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതിനെക്കാട്ടി ഒരല്പം കൂടി ഇൻ്റഗ്രേഷൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നു നമ്മുടെ റിസൾട്ട്? റിലേഷൻ ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് നോർമൽ ആൻഡ് n01 ആയിരുന്നു. ഇഫ് എക്സ് ഫോളോസ് n01 y ഈക്വൽ ടു എക്സ് സ്ക്വയർ ഹാസ് എ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഫോളോസ് n01 എന്നുള്ളത് എടുത്തു. എന്നിട്ട് നമ്മളുടെ പുതിയ വേരിയബിൾ വൈയുടെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എടുത്തു. അപ്പോൾ അതിൻ്റെ ഫോമുല അനുസരിച്ച് അത് എക്സ്പെക്ടേഷൻ ഓഫ് ഇ റേസ് ടു ടി വൈ ആണ്. പക്ഷേ വൈയുടെ ശരിക്കുള്ള വാല്യൂ എക്സ് സ്ക്വയർ അല്ലേ? വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയതുകൊണ്ട് അവിടെ ഞാൻ എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതോടുകൂടി എക്സിൻ്റെ PDF ഉപയോഗിച്ച് അത് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും എന്നായി. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫോമുല എഴുതി, PDF സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കോൺസ്റ്റൻറ്റ് ടേം പുറത്തെടുത്തു. എന്നിട്ട് എന്താ ചെയ്തേ? എക്സ്പൊണൻഷ്യൽ ടേംസിനെ രണ്ടിനെയും കൂടി ക്ലബ് ചെയ്തു. ശരിയല്ലേ? ക്ലബ് ചെയ്തതിനകത്തു നിന്നും നമ്മൾ എന്താ ചെയ്തേ? -x²/2 ഞാൻ പുറത്തെടുത്തു. എന്നിട്ട് ആ എന്താ പറയുക, -∞ to ∞ എന്നുള്ള ഇൻറ്റഗ്രലിനെ ഞാൻ 2 × 0 to ∞ ആക്കി. അതിപ്പം ഇവിടെ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷനകത്ത് ഓട്ടോമാറ്റിക്കലി വന്നേനും കേട്ടോ. അതുകൊണ്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ 2 × 0 to ∞ ഇങ്ങനെ തന്നെ ചെയ്ത് പോയാൽ മതി നിങ്ങൾ. 2 × (0 to ∞) എന്നതിനെ മാറ്റി -∞ to ∞. എന്നിട്ട് അവിടെ ആ ഈയുടെ പവറിൽ കിടന്ന സംഗതിയെ -x²/2 x²/2 ഞാൻ u എന്ന പുതിയ വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ u എന്ന പുതിയ വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോടുകൂടി അതിൻ്റെ റേഞ്ചും എല്ലാം നമ്മൾ നോക്കി. അതായത് x²/2 = u, അതുകൊണ്ട് 2x dx/2 = du. അങ്ങനെ dxന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള സാധനം കണ്ടുപിടിച്ചു. റേഞ്ച് നോക്കി. x²/2 ആണ് u. അപ്പോൾ x 0 ആകുമ്പോൾ യുവും 0 ആകും, x ∞ ആകുമ്പോൾ യുവും ∞ ആവും. അപ്പോൾ അതനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം കിട്ടിയ ഇൻറ്റഗ്രലാണിത്. പിന്നെ നമ്മൾ ചെയ്തതെല്ലാം എന്തായിരുന്നു? കുറച്ചൊരു റീഅറേഞ്ച്മെൻറ്റും പിന്നെന്താ, നമ്മളുടെ കയ്യിലുള്ള സംഗതിയെ നമുക്കറിയാവുന്ന ഗാമയുടെ ഫോമിലോട്ട് മാറ്റാൻ വേണ്ടി കുറച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റും അല്ലേ? നമ്മൾ ഡിനോമിനേറ്ററിലുള്ള √y y⁻⁻½ എന്നാക്കി. ആ -½ ഞാൻ ½ എന്ന് തിരുത്തെഴുതി. കാരണം ½ തന്നെയാണ് നമ്മുടെ -½ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഗാമ ഇൻറ്റഗ്രലുമായിട്ട് ഇതുമായിട്ട് അതിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ. അതിനുശേഷം ഗാമ ഇൻറ്റഗ്രലുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ അതിൻ്റെ ആൻസർ എഴുതി. Γ p/m⁻⁻⁴ ഉപയോഗിച്ച് ആൻസർ എഴുതി.
ഗാമ പിയുടെ സ്ഥാനത്ത് ഗാമ ഹാഫാണ് കിട്ടിയത്. ഗാമ ഹാഫിൻ്റെ വാല്യൂ √π ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ക്യാൻസൽ ചെയ്തു, എന്നിട്ട് നമുക്ക് കിട്ടിയ ആൻസർ എടുത്തെഴുതിയപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? MYT = 2t - 1 ⁻⁻½ എന്ന് കിട്ടി. ഒറ്റയടിക്ക് കണ്ടാൽ അറിയാം 2t - 1 ⁻⁻½ എന്ന് പറയുന്നത് chi² ഹോമോജീനിറ്റി ഫംഗ്ഷൻ്റെ ഫോമാണ്. ആകെയുള്ള വ്യത്യാസം എന്താ? മറ്റേടത്ത് യഥാർത്ഥ chi²-നകത്ത് n/2 എന്നാണ് വരിക പവർ. ഇവിടെ നമുക്കത് -1/2 എന്നാണ് വന്നത്. ദാറ്റ് ഈസ് ഈ കിട്ടിയേക്കുന്നത് chi² തന്നെയാണ്, പക്ഷേ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 1 ആണ്. Okay, so from this we have that the square of a standard normal variate, if x follows n01, then x² follows chi²1. ഇതുകൂടെ ഒന്ന് താഴോട്ട് എഴുതിയേ. ദാറ്റ് ഈസ് ഇഫ് x follows n01, then x² follows chi²1. അങ്ങനാണെങ്കിൽ ഒരു റിസൾട്ട് കൂടി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരും. ജസ്റ്റ് ശ്രദ്ധിച്ചിരുന്നേ. ഇഫ് x1, x2, xn follows n01, y = x1² plus x2² plus etc. plus xn² follows chi²n. ഇതതിൻ്റെ കറസ്പോണ്ടിങ് റിസൾട്ടാണ്. അല്പം നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കിതിലെത്താൻ പറ്റും. ഇഫ് x1, x2, etc. xn follows n01, then y = x1² plus x2² plus etc. plus xn² follows chi²n. എങ്ങനെ നമ്മൾ ഈ പ്രൂഫിലെത്തും? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച 2 റിസൾട്ട്, അതായത് അഡിറ്റീവ് പ്രോപ്പർട്ടിയും ഇപ്പോൾ പഠിച്ച റിസൾട്ടൂടെ ക്ലബ് ചെയ്താൽ മതി ഈ റിസൾട്ടിലെത്താൻ. നോക്ക്, x1, x2, etc. xn എന്ന് പറയുന്നത് നോർമൽ ആണെങ്കിൽ ഇത് ഓരോന്നും എന്തായിരിക്കും? ഇത് chi²1 ആയിരിക്കും അല്ലേ? നോർമൽ എക്സ് നോർമൽ ആണെങ്കിൽ x² chi²1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ x1 നോർമൽ ആണെങ്കിൽ x1² chi²1 ആയിരിക്കും. x2 നോർമൽ ആണെങ്കിൽ x2² chi²1 ആയിരിക്കും. അങ്ങനെ xn² chi²1 തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് ഓരോന്നും ഓരോ chi² വേരിയേറ്റ്സ് ആയിട്ട് കിട്ടി. അങ്ങനാണെങ്കിൽ അഡിറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് അതിൻ്റെ സം എന്തായിരിക്കും? u chi² n1 v chi² n2 ആണെങ്കിൽ u + v chi² n1 + n2 ആണ്. അപ്പോൾ അതനുസരിച്ച് ഇതിൻ്റെ സം എന്ന് പറയുന്നത് chi² 1 + 1 + 1 അങ്ങനെ പോകും, വിച്ച് ഇസ് chi²n. അപ്പോൾ ഇതും കൂടെ ഒന്ന് പെട്ടെന്ന് എഴുതിക്കോ. ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ഇങ്ങനെ നിങ്ങളോട് ഒരു 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടോ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ടോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, തൊട്ട് മുന്നേ പഠിച്ച എക്സും നോർമലും chi² തമ്മിലുള്ള റിലേഷൻ്റെ റിസൾട്ട് എഴുതണം. അതിനുശേഷം അഡിറ്റീവ് പ്രോപ്പർട്ടി എഴുതണം. അതിനുശേഷം വേണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതാൻ. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എഴുതിക്കോ. ഇഫ് x1, x2, etc. xn has the standard normal distribution, n01, then y = x1² plus x2² plus etc. plus xn² has the chi² distribution with n degrees of freedom. Has the chi² distribution with n degrees of freedom. നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മുടെ അഡിറ്റീവ് പ്രോപ്പർട്ടി മുതലുള്ള റിസൾട്ടിനെ ഒന്ന് നമ്പർ ചെയ്തേ. അഡിറ്റീവ് പ്രോപ്പർട്ടി റിസൾട്ട് 1 എന്ന് എഴുത്. തൊട്ട് മുന്നേ ചെയ്ത നോർമലും chi²നെയും റിസൾട്ട് 2 എന്ന് എഴുത്. ഇപ്പോൾ എഴുതിയതിന് റിസൾട്ട് 3 എന്ന് എഴുത്. എന്നിട്ട് ഗിവൺ തിങ്സ് എഴുതിക്കേ. ഇതേപോലെ നൊട്ടേഷൻ വെച്ച് എഴുതൂ. given that x1, x2, etc. xn follows n01, then by result
2, by result 2, x1 square follows chi-square 1, x2 square follows chi-square 2, etc. xn square follows chi-square n 1. അയ്യോ, ഓരോന്നും 1 ആണ് കേട്ടോ. chi-square 1. എല്ലാ നോർമൽ വേരിയേറ്റ്സിൻ്റെയും സ്ക്വയർ chi-square 1 ആണ് ഫോളോ ചെയ്യുന്നത്. So x1 square follows chi-square 1, x2 square follows chi-square 2, etc. xn square follows chi-square n. Let y equal to x1 square plus x2 square plus etc. plus xn square. Clearly, by additive property of chi-square distribution, comma, y equal to x1 square plus x2 square plus etc. plus xn square follows chi-square n. ഇത്രേ ഉള്ളൂ. പക്ഷേ ഇതൊരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും 4 ലൈൻ എഴുതി വെക്കരുത്. 2 റിസൾട്ട് നമ്മളിവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. 2 റിസൾട്ടും കൂടി ചേർത്ത് വേണം ഇതിനെ എഴുതാൻ. ആദ്യം ആ റിസൾട്ട് 1, റിസൾട്ട് 2 എന്ന് പറഞ്ഞാൽ അത് രണ്ടും പ്രൂവ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഇതേപോലെ തന്നെ എഴുതണം. ഓക്കെ. സോ ബൈ അഡിറ്റീവ് പ്രോപ്പർട്ടി വി ഹാവ് y follows chi-square n. ദിസ് ഈസ് again an important result. അപ്പം എന്താണ് ഇതിൽ നിന്ന് നമ്മൾ പറയുന്നത്? ഒരു chi-square ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. കുറേ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ സ്ക്വയർ, ഒരു chi-square വേരിയേറ്റിനെ കണ്ടുപിടിക്കാൻ കുറേ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയേറ്റ്സിൻ്റെ സ്ക്വയേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഈ വീഡിയോ കുറച്ച് ടഫ് വീഡിയോ ആണ്. കാരണം നമ്മൾ കുറേ പുതിയ റിസൾട്ട് ഒന്നിച്ച് പറയാം. പക്ഷേ ഇതിനെ ഒന്നിച്ച് പറഞ്ഞു പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ വീഡിയോ ആക്കി ഇട്ടത്. കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യാം. പക്ഷേ see it again and again and then I'm sure that you will understand it. പിന്നെയും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിലിട്, നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതാണ് chi-square ഡിസ്ട്രിബ്യൂഷൻ. സോ ദാറ്റ്സ് ഓൾ. ഇന്നത്തേക്ക് ഇത്രയും ധാരാളം. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.